വി എസിന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ. ആശയപരമായി വിയോജിപ്പുണ്ടെങ്കിലും വി എസ് എന്ന നേതാവിനോട് ആരാധന. 2016 വി എസിനെതിരെ മത്സരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ അടുത്തു കാണുന്നത്. ചരിത്രത്തിലാദ്യമായി അദ്ദേഹത്തിനെതിരെ മത്സരിച്ച് മലമ്പുഴയിൽ ബി.ജെ.പി. രണ്ടാമതെത്തി. മികച്ച പോരാട്ടമാണ് താൻ കാഴ്ചവെച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. CPM-നകത്തെ തിരുത്തൽ ശക്തിയായിരുന്നു വി എസ് എന്നും കൃഷ്ണകുമാർ പറഞ്ഞു. കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ അദ്ദേഹം ഓർമ്മയാവുമ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാന മത്സരം നടന്നത് മലമ്പുഴയിലാണ്. മലമ്പുഴയിൽ 2016 VS അച്യുതാനന്ദൻ അവസാനമായി മത്സരിച്ചത്. അന്ന് ആ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനും വലിയ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. കാരണം അന്ന് VS-നൊപ്പം മത്സരിച്ച് BJP രണ്ടാം സ്ഥാനത്തെത്തുന്ന സാഹചര്യം മലമ്പുഴ മണ്ഡലത്തിലുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് എല്ലാ തെരഞ്ഞെടുപ്പിലും മലമ്പുഴ മണ്ഡലത്തിൽ BJP തന്നെയാണ് രണ്ടാം സ്ഥാനത്തെത്തിയത്. അന്ന് മത്സരിച്ചത് VS-നെതിരെ മത്സരിച്ച് ആ രണ്ടാം സ്ഥാനം നേടിയത് സി കൃഷ്ണകുമാർ എന്ന BJP-യുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹം ഇപ്പോൾ ചേരുകയാണ്. എങ്ങനെയാണ് കാണുന്നു VS എന്ന മത്സരിച്ചിരുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഒരു വിയോഗം? VS-നെതിരായിട്ട് മത്സരിക്കാൻ പോകുന്നതിന് മുമ്പ് വരെ VS-നെ വളരെ ദൂരത്തു നിന്ന് കണ്ടതാണ്. VS-നോടൊരു ആരാധനയുണ്ടായിരുന്നു. കാരണം പൊതുസമൂഹത്തിലെ തെറ്റുകൾക്കെതിരായിട്ട് പോരാടുന്നതിനോടൊപ്പം തന്നെ പാർട്ടിക്ക് CPM-നകത്തെ തെറ്റുകൾക്കെതിരായിട്ടും ഒരു ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന നേതാവായിരുന്നു. അതുകൊണ്ട് VS-ൻ്റെ ഓരോ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ വാക്കുകളെല്ലാം എപ്പോഴും ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. 2016 പാർട്ടി മലമ്പുഴയിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ച സമയത്ത് അന്ന് BJP 3-ാം സ്ഥാനത്താണ്. VS-നെ പോലുള്ള ഒരു അതികായനോട് മത്സരിക്കാൻ മലമ്പുഴയിൽ പോകുന്ന സമയത്ത് ഒരു ഒട്ടും പ്രതീക്ഷയില്ലാതെ പോകുന്നത്. VS-ൻ്റെ മുന്നിൽ ഏറ്റവും ചെറിയൊരു താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ഭാരവാഹി എന്നുള്ള നിലയിലാണ്, BJP-യുടെ ഭാരവാഹി എന്നുള്ള നിലയിൽ ഞാൻ അന്ന് മത്സരിക്കാൻ പോകുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് രംഗത്തിറങ്ങിയ സമയത്ത് ഒരു വാശിയായിരുന്നു. VS-നെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിലും VS-നോടൊപ്പം എത്തണം. എല്ലാ കാലങ്ങളിലും VS മലമ്പുഴയിൽ ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പ്രസംഗിച്ചു പോയാൽ പിന്നെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്ന സമയത്താണ് മലമ്പുഴയിലേക്ക് വരാറുള്ളത്. അത്തവണ VS-നെ ഒരു കടുത്ത മത്സരം ഭാരതീയ ജനതാ പാർട്ടിക്ക്, NDA-ക്ക് അവിടെ കാഴ്ചവെക്കാൻ കഴിഞ്ഞു. ജനങ്ങൾ VS-നെ പോലെയുള്ള ഒരു ജനകീയ നേതാവിൻ്റെ കുറവുകൾ, ജനകീയ പ്രശ്നങ്ങൾ, മലമ്പുഴയിലെ ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള കുറവുകളന്ന് ചൂണ്ടിക്കാണിച്ച് ഒരു വലിയൊരു പോരാട്ടം VS-നെതിരായിട്ട് കാഴ്ചവെക്കാനും കഴിഞ്ഞ തെരഞ്ഞെടുപ്പായിരുന്നു. അങ്ങനെ 2700-ഓളം വോട്ടുകളിൽ നിന്ന് BJP 46,000-ലധികം വോട്ടുകളിലേക്ക് അന്ന് മലമ്പുഴയിലെത്തി. ഇനി എന്നെ അത്ഭുതപ്പെടുത്തിയത്, തെരഞ്ഞെടുപ്പിന് തലേ ദിവസമാണ് എൻ്റെ അമ്മ മരിക്കുന്നത്. VS-നെ പോലെയുള്ള ഒരു ഇത്രയും അന്ന് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്. VS-നെ പോലെയുള്ള ഒരു നേതാവ് ഒരു ഏറ്റവും സാധാരണക്കാരനായുള്ള എൻ്റെ ഒരു സ്ഥാനാർത്ഥിയുടെ വീട്ടിലേക്ക് ദുഃഖത്തിൽ പങ്കുചേരാൻ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അമ്മ മരണപ്പെട്ട് മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് തന്നെ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ദുഃഖത്തിൽ അദ്ദേഹം പങ്കുചേരുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തിരുന്നു. VS-നോടുള്ള ആരാധന ഒന്നുകൂടി വലുതായ നിമിഷങ്ങളായിരുന്നു അത്. കാരണം സാധാരണക്കാരുടെ ഒപ്പം നിൽക്കുന്ന നേതാവ് എന്നുള്ള, കേരളത്തിലെ ഒരു ജനകീയനായിട്ടുള്ള നേതാവ് എന്നുള്ള വിശേഷണങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും VS-നെ ഏറ്റവും അടുത്തറിയാൻ കഴിഞ്ഞ നിമിഷങ്ങളായിരുന്നു അത്. ഇന്നും VS-നോടുള്ള ഒരു ആരാധന മനസ്സിലുണ്ട്. കാരണം ജനകീയ പ്രശ്നങ്ങളിൽ, ഈ കേരളത്തിലെ ജനകീയ പ്രശ്നങ്ങൾ പുറം ലോകത്ത് എത്തിക്കാനും അതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള, അഴിമതിക്കെതിരായിട്ടുമല്ല ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം നയിച്ച ഒരു നേതാവ് എന്നുള്ള നിലയിൽ ആശയപരമായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും എതിർപ്പുണ്ടെങ്കിലും ഒരു നേതാവെന്നുള്ള നിലയിൽ, ഒരു ജനകീയ നേതാവെന്നുള്ള നിലയിൽ VS-നോട് ആദരവും ബഹുമാനവും ഉണ്ട്. അദ്ദേഹം മത്സരിച്ച സമയത്ത് BJP 3-ാം സ്ഥാനത്ത് 2700 വോട്ടോ അങ്ങനെ ഉണ്ടായിരുന്ന സമയത്ത് പെട്ടെന്ന് 40,000-ലേറെ വോട്ടിലേക്ക് എത്തി. അപ്പോൾ അദ്ദേഹം വിളിച്ചിരുന്നു, ഈ പെട്ടെന്ന് അദ്ദേഹം പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ലല്ലോ ഒരിക്കലും BJP അദ്ദേഹത്തോടൊപ്പം എതിരിട്ട് 2-ാം സ്ഥാനത്തേക്ക് ഇത്രയും വോട്ടിൽ മുന്നേറുന്നുള്ളത്? അല്ല, തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം ഞാൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നു. റിസൾട്ട് വന്ന ശേഷം VS-നെ വിളിച്ചിരുന്നു. ഞാൻ ആശംസകൾ, തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ആശംസകൾ അറിയിച്ചിരുന്നു. അദ്ദേഹം നല്ലൊരു മത്സരം കാഴ്ചവെച്ചുവല്ലോ എന്നാണ് എന്നോട് നൽകിയ മറുപടി. എന്നെ സംബന്ധിച്ചോളം ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഇത്രയും സീനിയറായിട്ടുള്ള ഒരു നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള വാക്കുകൾ ലഭിക്കുന്നത് വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കിയത്. ഒരു വലിയൊരു പോരാട്ടം നടത്തിയതിന് അതിന് ഇത്രയും ഒരു കേരളത്തിലെ ഒരു തലമുതിർന്ന നേതാവ്
നല്ലൊരു പോരാട്ടം കാഴ്ചവെച്ചുള്ളൂ എന്നുള്ള അദ്ദേഹത്തിൻ്റെ അഭിനന്ദന വാക്കുകൾ എനിക്കൊരു ആത്മവിശ്വാസം പകരുന്നതായിരുന്നു. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ പകർന്ന ആത്മവിശ്വാസത്തിൽ BJP അവിടെ മലമ്പുഴയിൽ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിലും, അതായത് 2021 തെരഞ്ഞെടുപ്പിലും 2ാം സ്ഥാനത്തേക്ക് തന്നെ എത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ ഏതായാലും അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും ഒക്കെ ഓർക്കുന്നു എന്നുള്ളതാണ് സി കൃഷ്ണകുമാർ വ്യക്തമാക്കുന്നത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.